ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷത്തിന്റെ 25-ാം അധ്യായം 29-ാമത്തെ വചനം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇത് നമ്മുടെ ജീവിതങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ. ഉള്ളവന് പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ഇല്ലാത്തവർ താണ്ടെ പിന്നെയും പിന്നെയും ഇല്ലായ്മയിലും ദുരിതത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടക്കുന്നു. അപ്പൊ എന്താണ് ദൈവത്തിൻ്റെ ഈ ഒരു മനസ്സിന് പിന്നിലുള്ളത്? കരുണാസമ്പന്നനും ദയാലുവുമായ ദൈവം എന്തിനാണ് ഉള്ളവന് പിന്നെയും പിന്നെയും കൊടുത്ത് അവനെ സമർത്ഥനാക്കുന്നതും ഇല്ലാത്തവനെ ഏറ്റവും ഇല്ലായ്മയിലേക്ക് നയിക്കുന്നതും? നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങളുടെ തിരിച്ചറിവിലേക്ക് വരാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മുടെ നാടും ലോകം മുഴുവനും ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും ഒക്കെ ഒരുപാട് സങ്കടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നാളുകളാണ്. ദാരിദ്ര്യവും പട്ടിണിയും അസ്വസ്ഥതയും രോഗവും ദുരന്തങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ വല്ലാതെ നമ്മുടെ ജീവിതങ്ങൾ അസഹ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സമൃദ്ധി ഉണ്ടാകുന്നതിന് വീണ്ടും വീണ്ടും സമൃദ്ധി ഉയർച്ച ഉണ്ടാകുമ്പോൾ മറ്റൊരു വശത്ത് ഒരുപാട് ദാരിദ്ര്യവും വേദനകളും നിലയ്ക്കാത്ത കണ്ണീരും ഒക്കെ ഉണ്ടാവുകയാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഇവിടെ പ്രതിപാദിക്കുന്നത് ചില ആത്മീയ താലന്തുകളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴപ്പെട്ട തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കും. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലും പോരായ്മകളിലും നമുക്ക് ബലം തരുന്നത്. ബലഹീനതയിൽ ബലം പകരുന്ന ഒരു ദൈവസ്നേഹാനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ, ഓ ദൈവമേ എൻ്റെ ജീവിതത്തെ പര്യാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്നുണ്ട്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബലഹീനമായ അവസ്ഥ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനയാണെന്നിങ്ങനെ തുറന്ന് പറയുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് പകരുന്ന ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തിയിലാണ് നിൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുക. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിലേക്ക് പടിപടിയായിട്ട് പിടിച്ചു കയറാൻ പറ്റുക. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ ബലഹീനതയിൽ ബലപ്പെടുത്തുന്ന ദൈവസ്നേഹാനുഭവത്തിൽ ജ്വലിക്കാൻ, ശക്തിപ്പെടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം കുറവുകളും പോരായ്മകളും ഉള്ളതാണ്. എത്ര ആഗ്രഹിച്ചിട്ടും വീണ്ടും വീണ്ടും എന്നെ പിന്തുടരുന്ന പാപാവസ്ഥകളുണ്ട്. ഞാൻ എത്ര മാറ്റാൻ ആഗ്രഹിച്ചിട്ടും നിഴല് പോലെ എന്നെ അനുഗമിക്കുന്ന ചില ബലഹീനതകളുണ്ട്. ഓ കർത്താവേ, എന്നെ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ. കരങ്ങളൊന്ന് കുപ്പാവോ, കണ്ണുകളൊരു നിമിഷം അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി എല്ലാ ദൈവമക്കളും ഒരു ദൈവശക്തിയുടെ നിറവുള്ളിൽ സംഭവിക്കാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ജീവിതങ്ങളെ കർത്താവ് ഇപ്പോൾ അവിടുത്തെ ആത്മാവിനാൽ തൊട്ട് സൗഖ്യപ്പെടുത്തി ശക്തിപ്പെടുത്തുന്ന അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ്. ദൈവമക്കളെ, ഈ തിരിച്ചറിവോടുകൂടെ നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനും നയിക്കപ്പെടാനുള്ള ദാഹത്തോടെ എല്ലാവരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കട്ടെ. ഹൃദയം ദൈവത്തെങ്കിലേക്ക് വരട്ടെ. മനസ്സും ബുദ്ധിയും ചിന്തകളും എല്ലാം ദൈവത്തെങ്കിലേക്ക് വരട്ടെ. യുക്തി വിചാരങ്ങളെല്ലാം മനസ്സിൽ നീക്കട്ടെ. എല്ലാ സങ്കടവും നിരാശയും വേദനയും അസ്വസ്ഥത എല്ലാം മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരു ദൈവിക കൃപയുടെ ജ്വലനം ഉള്ളിലേക്ക് സംഭവിക്കട്ടെ. ഒരു ദൈവിക പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ആ തീക്ഷ്ണതയോടുകൂടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധനായ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തെ അവിടുന്ന് നിറയ്ക്കണമേ. എൻ്റെ ജീവിതം ഒരുപാട് ബലഹീനതകളും കുറവുകളും പോരായ്മകളും നിറഞ്ഞതാണ്. തഴക്ക ദോഷങ്ങളും പാപകരമായ ചിന്തകളും പാപകരമായ പ്രവൃത്തികളും സംസാരങ്ങളും എൻ്റെ ഉള്ളിലുണ്ടോ? ദൈവമേ, എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാണ്. സർവശക്തനും പരിപാലകനുമായവനെ, നിന്റെ ശക്തിയിൽ ആശ്രയം വെക്കുന്നു. എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ശക്തിയാൽ അവിടുന്ന് ഇപ്പോൾ പൂരിതമാക്കണമേ. ഓ ദൈവത്തിന്റെ ശക്തിയെ, ഓ ദൈവത്തിന്റെ ശക്തിയെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ശക്തമായി ആവസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധിക്കുന്നു, പരിശുദ്ധനെ ആരാധിക്കുന്നു, സർവശക്തനെ ആരാധിക്കുന്നു, സകലത്തിന്റെയും ഉടയവനെ ആരാധിക്കുന്നു, സകലത്തിന്റെയും സൃഷ്ടാവേ തീക്ഷ്ണതയോടെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ബലം പകരണമേ, ശക്തി പകരണമേ, അഭിഷേകം പകരണമേ, ഉന്നതി പകരണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ഒന്ന് ആരാധിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ, 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 കൃപയാൽ അനുദിനവും
പാപങ്ങളെ അതിലംഘിക്കുന്ന ശക്തി, ഒരു അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഓരോ മനസ്സുകളിലേക്ക് ഒരു ശക്തി നിറയട്ടെ. ഓരോ ജീവിതങ്ങളിലേക്ക് ഒരു അഭിഷേകം നിറയട്ടെ. ആത്മാവിന്റെ ശക്തി ആവസിക്കട്ടെ. എന്റെ ജീവിതങ്ങളിലെ ബലഹീനതകളെ മറികടക്കുന്ന ശക്തിയായ ആത്മാവ് എന്റെ ജീവിതത്തെ ഇപ്പോൾ നയിക്കട്ടെ. ഇരു കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കൈകൾ വീശി ആരാധിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലഹീനതയിൽ ബലപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് ഹൃദയങ്ങളൊക്കെ ഓർത്ത് വെച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ, നിന്റെ ചൈതന്യത്താൽ നിറയ്ക്കണമേ. കർത്താവേ, അവിടുന്ന് ദാനമായി നൽകിയിട്ടുള്ളവേ, എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളവേ കൂടുതൽ വർദ്ധിപ്പിക്കാൻ എന്നെ അനുവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ, അങ്ങയുടെ ശക്തിയാൽ പൂരിതമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കൃപയാൽ നയിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാം. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാൽ അനുദിനവും. ഞാൻ നയിക്കപ്പെടട്ടെ, ഞാൻ ശക്തിപ്പെടട്ടെ, ഞാൻ അഭിവൃദ്ധിപ്പെടട്ടെ. കൃപ നിറഞ്ഞവളായ അമ്മേ മാതാവേ, എൻ്റെ ജീവിതം കൃപ നിറഞ്ഞ് ശക്തി പ്രാപിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനപ്രഘോഷണത്തിൽ നിൽക്കുമ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ എൻ്റെ കൂടെ ഗാന ശുശ്രൂഷകനായ സാൻഡോയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സാൻഡോ ഇങ്ങനെ വലിയ ദൈവാനുഭവമൊന്നുമില്ല, എന്നാൽ സാധാരണക്കാരൻ്റെ കൂട്ട് ഇങ്ങനെ അത്യാവശ്യം പള്ളിയിൽ പോക്ക് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന കാലം. അങ്ങനെയാണ് ഒരു നാളുകളിൽ ഒരു ധ്യാനത്തിന് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വിധേയമായിട്ട് പോവുക. ആ ധ്യാനത്തിൽ ഇങ്ങനെ പങ്കെടുത്തു, വലിയൊരു അനുഭവമൊന്നും വരുന്നില്ല. പക്ഷെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു തീ ഉള്ളിൽ ഇങ്ങനെ അനുഭവിക്കുക. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ആത്മീയ കാര്യങ്ങളിൽ എന്തോ അറിയാത്ത ഒരു താല്പര്യം അങ്ങനെ ഉണ്ടാകുക. അതിനാണ് വീണ്ടും അതേ ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും പോയി അവിടെ അച്ഛനോട് സംസാരിക്കുന്നതും ആദ്യമായിട്ട് ഒരു പാട്ട് പാടാനൊക്കെയുള്ള തുടക്കം കുറിക്കുന്നതും. പിന്നെ അതിൽ നിന്ന് സാവധാനമൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി തുടങ്ങുകയാണ്. അപ്പോൾ സാൻഡോദൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒരുമിച്ച് പാടാൻ നിൽക്കുന്ന ഒരു കാലത്ത് പാട്ടിൻ്റെ മ്യൂസിക് ഒരു വഴിക്ക് പോകുന്നു, സാൻഡോയുടെ പാട്ട് വേറൊരു വഴിക്ക് പോകുന്നു. അപ്പോൾ അതൊക്കെ പോയി ഇന്നിപ്പോൾ താളബോധത്തിലും ഭാവാത്മകമായിട്ടുമൊക്കെ പാടാനായിട്ട് സാൻഡോയുടെ ജീവിതത്തെ പര്യാപ്തമാക്കുന്ന ഒന്നെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിലുള്ള ഒരു ശരണപ്പെടലോടുകൂടെ തൻ്റെ ജീവിതത്തിലെ കഴിവുകളെ ഇങ്ങനെ വളർത്താനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതിനൊരു എഫർട്ട് എടുത്തു, അതിനു വേണ്ടിയിട്ട് ശക്തമായ ഒരു പരിശ്രമം ഉണ്ടായി.
ആ പരിശ്രമത്തിലേക്ക് ദൈവം തൻ്റെ കൃപകൾ വർഷിച്ചപ്പോൾ, ദൈവം തൻ്റെ അഭിഷേകം വർഷിച്ചപ്പോൾ ഗാന ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ മറ്റ് കൃപാവരങ്ങളുടെ നിറവിലും കൗൺസിലിംഗ് ശുശ്രൂഷകളിലുമൊക്കെ വ്യാപരിക്കാനായിട്ടുള്ള ഒരു അഭിഷേകത്താൽ ദൈവം പൂരിതമാക്കി. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാം അധ്യായം 14 മുതലുള്ള തിരുവചന ഭാഗത്ത് ഈശോ പ്രതിപാദിക്കുക താലന്തുകളുടെ ഉപമയെക്കുറിച്ച്. പാട്ട് പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനായിട്ടുള്ള കഴിവ്, ഡാൻസ് കളിക്കാനായിട്ടുള്ള കഴിവ്, അങ്ങനെ മാത്രം ഇതിനെ ഒതുക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അങ്ങനല്ല കർത്താവ് പ്രതിപാദിക്കുന്ന ഒരു വശവും. മറിച്ച് ഓരോ ജീവിതങ്ങളിലും ദൈവം നൽകിയിരിക്കുന്നതായ താലന്തുകൾ വ്യത്യസ്തമാണ്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ വെറുതെ ശാന്തമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു താലന്തായിരിക്കാം ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹം, കരുണ, വാത്സല്യം, കരുതല്, വിശ്വാസം, വിശുദ്ധി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ താലന്ത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തന്ന ഈ താലന്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ചിന്ത. ഇവിടെ കർത്താവ് പ്രതിപാദിക്കുക, ഒരു യജമാനൻ യാത്ര പോകുമ്പോൾ ഒരുവൻ 10 താലന്ത്, വേറൊരുവൻ 5, മറ്റൊരുവൻ 1 താലന്ത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ 10 താലന്ത് കിട്ടിയവൻ വ്യാപാരം ചെയ്ത് 10 കൂടെ നേടി. 5 കിട്ടിയവനും അതുപോലെ നേടി. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, എനിക്ക് 1 കിട്ടിയുള്ളൂ, ഇതെവിടെയെങ്കിലും കുഴിച്ചിട്ടേക്കാം, ഇനി നഷ്ടപ്പെടുത്തൊന്നും വേണ്ട, അവൻ വരുമ്പോൾ കൊടുത്തേക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു വെക്കുന്ന ഉപമ ഇതാ. ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ നമ്മൾ എന്ത് ചെയ്തെന്നുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചല്ലോ പ്രിയപ്പെട്ടവരെ, താലന്തിനെ നമ്മൾ ഒരു നാണയമായിട്ടോ ഒരു തുകയായിട്ടോ ഒന്നും കാണേണ്ടതില്ല. മറിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയതായ ചില കൃപാവരങ്ങൾ, അത് കിട്ടാത്തവരാരും ഇല്ല കേട്ടോ. ഒരു വ്യക്തി പോലും ഇല്ല. ഒരു താലന്തും ദൈവം തരാതെ മാറ്റി നിർത്തിയ, വിവേചനം കാണിച്ച ഒരു വ്യക്തി പോലും ഈ ലോകത്തില്ല. പക്ഷെ ഈ താലന്തിനെ നന്നായി വിനിയോഗം ചെയ്യാനും ദുർവിനിയോഗം ചെയ്യാനും കുഴിച്ചിടാനും എനിക്ക് സാധിക്കും എന്നുള്ളതാണ് വ്യത്യാസം. ഈ നാളുകളിൽ കുറേ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ കണ്ടെത്തുന്ന വലിയൊരു സത്യമാണ്, ഈ താലന്തുകൾ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക, കുഴിച്ചിട്ടിരിക്കുക. ഒരു തരത്തിലുള്ളതായ ഒരു നിസ്സംഗതയുടെ അവസ്ഥ ഈ നാളുകളിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്നില്ലേ എന്ന് നമുക്ക് സ്വയം ഒന്ന് ആത്മശോധനയ്ക്ക്, ആത്മവിമർശനത്തിന് വിധേയമാകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുക. ഞാൻ ചങ്കി കൈവച്ചാ പറയുന്നത്, എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരു ആത്മവിമർശനത്തിനൊന്ന് വിധേയമാക്കേണ്ടതില്ലേ? ഞാൻ എനിക്ക് കിട്ടിയതായ താലന്ത് എന്ത് ചെയ്തു? എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കരുണയോടെ വെച്ചു നീട്ടിയ ഒരുപാട് ദൈവ അനുഗ്രഹങ്ങളുടെ, ദൈവ അനുഭവങ്ങളുടെ താലന്തുകൾ ഉണ്ടായിട്ട് അതിനെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായോ? ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഈശോ മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വിളക്ക് കൊളുത്തുന്നത് പറയുടെ കീഴിൽ വെക്കാനല്ല, കട്ടിലിനടിയിൽ വെക്കാനല്ല, മറിച്ച് എന്തിനാണ്? അത് പീഠത്തിന്മേൽ വെക്കാനാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതായ വിശ്വാസം ഉണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ, നന്മയുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ, അതിങ്ങനെ മൂടി വെക്കപ്പെടാനായിട്ടുള്ള ഒന്നല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് അനേകർക്ക് വെളിച്ചമാകാൻ, പ്രകാശമാകാൻ വേണ്ടിയിട്ട് പീഠത്തിന്മേൽ വെക്കപ്പെടാനായിട്ടുള്ള ഒരു ജീവിതമാ എൻ്റെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകിയതായ ഈ കൃപാവരങ്ങളുടെ താലന്തുകള് വെറുതെ മൂടി വെക്കപ്പെടാൻ വേണ്ടിയിട്ടോ കട്ടിലിനടിയിൽ മറച്ചു വെക്കപ്പെടാനായിട്ടോ ഉള്ളതല്ല, മറിച്ച് അത് അനേകരുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാ. ഞാൻ സാന്റോയുടെ കാര്യം ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ദൈവിക കൃപാവരമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, ദൈവത്തോട് ചേർന്ന് പടിപടിയായിട്ട് അത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ദൈവസ്നേഹാനുഭവത്തിന്റെ ഒരു വളർച്ചയുണ്ടായി, ഒരു ഗാന ശുശ്രൂഷകളുടെ വളർച്ചയുണ്ടായി, ഒരു ആത്മീയ മേഖലയുടെ വളർച്ചയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സാധ്യമാകേണ്ടത് ഇത് മാത്രാ. ഈ താലന്തിന്റെ വർധനവിന് പിന്നിൽ ഒരു സാധനയുണ്ട്. വെറുതെ ഇരുന്ന ഈ ലോകത്തിൽ ഒരു വ്യക്തി നേട്ടങ്ങൾ കൊയ്തിട്ടില്ല. ഉണ്ടോ? കായിക രംഗത്തോ കലാപരമായ രംഗത്തോ സാഹിത്യ രംഗത്തോ ഏതോ ആകട്ടെ, ഒരു വ്യക്തി ഇന്ന് ഉയർച്ചയുടെ പടവുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. അതിന് പിന്നിൽ കടന്നുപോയ വിപരീതങ്ങളായ അനുഭവങ്ങളെ അനുകൂലമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി കഷ്ടതകൾ സഹിച്ച, പ്രതിസന്ധികളോട് മല്ലടിച്ച ഒരു കരുത്തിന്റെ കഥയുണ്ട്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടായില്ലെന്നോ, എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചില്ലെന്നോ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രാർത്ഥന ഇല്ലാത്തതിന് പിന്നിലുള്ള കാരണം ദൈവം എന്നെ അനുഗ്രഹിക്കാത്തതാണ്, എനിക്ക് താലന്ത് ഒന്നേ കിട്ടിയുള്ളൂ എന്ന് പഴിചാരുന്ന ഒരു സ്വഭാവത്തിൻ്റെ വൈകല്യം നമ്മളിലുണ്ട്. ഓർക്കണം, കർത്താവ് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ യുഗത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് ബുദ്ധി കൂർമ്മതയാൽ ചിന്തിക്കുന്നു, അതിൻ്റെ 10-1 എഫർട്ട് ഒരു ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എടുക്കാതെ വരുമ്പോൾ, ഒരു ബലം പെടുത്തു ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ നടക്കാതെ വരുമ്പോൾ എന്ത് ദൈവാനുഭവം ഉണ്ടാകാൻ? ഇതാണ് മൂടി വയ്ക്കപ്പെട്ടിട്ടുള്ള നാണയം. നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, എൻ്റെ വിശ്വാസത്തിന്റെ നാണയം ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത്. ഇത് പുറത്തെടുത്ത് വിനിമയം ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഈ ദൈവവചനത്തെ എൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അതിനധിഷ്ഠിതമായ ഒരു ജീവിതം എനിക്ക് ക്രമീകരിക്കപ്പെടണം. അവിടെ ഞാൻ കരുണ കാണിക്കാൻ പര്യാപ്തമാകണം. അവിടെ വിശുദ്ധിയുടെ ഒരു ജീവിതം എനിക്ക് സാധ്യമാകണം. അവിടെ എനിക്ക് സഹോദര സ്നേഹത്തിൽ ഒരു ഉയർച്ചയും വളർച്ചയും സംഭവിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ഈ താലന്തുകളുടെ വർധനവ് സാധ്യമാകുന്ന അങ്ങനെ അവിടെ മറ്റുള്ളവർ നിന്നിൽ വസിക്കുന്ന ദൈവാനുഭവത്തെ, ആ ദൈവിക പ്രകാശത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ മാത്രം പര്യാപ്തമായിട്ട് അവരുടെ ജീവിതങ്ങൾ മാറും. അതാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവർ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെന്ന്. എന്താണത്? അതായത് എൻ്റെ ജീവിതത്തിൽ ഈ കാരുണ്യത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ, ഒരു വിശുദ്ധിയുടെ പരിവേഷമുള്ള ജീവിതം ഞാൻ നയിക്കുമ്പോൾ, ഒരു വിശ്വാസത്തിന്റെ മാതൃകയായിട്ട് ഞാൻ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എൻ്റെ ജീവിതത്തിലെ ഈ വെളിച്ചം കണ്ട അനേകർ, ദൈവമേ എത്ര മഹത്തരമായ ഒരു ജീവിതം, എത്ര സൽസ്വഭാവിയായ ഒരു വ്യക്തി, എത്ര കൃപ നിറഞ്ഞ ഒരു വ്യക്തിത്വം എന്ന് എന്നെക്കുറിച്ച് വാഴ്ത്താൻ മാത്രം പര്യാപ്തമാകും. അത് എൻ്റെ ജീവിതത്തിന് മഹത്വം ഉണ്ടാകാനുള്ള മഹത്വം അങ്ങോട്ട് പോകുന്നു, ദൈവത്തിങ്കിലേക്ക് പോകുന്നു. കാരണം ഈ ബലഹീനതകളിലേക്ക് കൃപ തന്നത് നിന്റെ ദൈവമാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം പേര് നിന്റെ ജീവിതത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പര്യാപ്തമായിട്ട് തീരും. ഈ നാളുകളിൽ ഒരുപാട് പേര് പറയാണ്, മാതൃകയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോവാ, തീക്ഷ്ണതയില്ല, പ്രാർത്ഥനയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മാതൃകയുടെ പ്രശ്നമല്ല, ഇതുണ്ടാക്കിയെടുക്കേണ്ടത് വേറെ ആരുമല്ല, നീയാ. നിന്റെ ജീവിതത്തിൽ മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാ. അവിടുത്തെ ദർശനം, അവിടുത്തെ ചൈതന്യം എപ്പോ നിന്റെ ഉള്ളിലേക്ക് നീ സ്വീകരിക്കുന്നോ, അവിടെ നീ പ്രകാശിതനാകും. അവിടെ നിന്റെ പ്രകാശത്തിൽ അനേകർ വഴി നടത്തും. അതാ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള അന്തസത്ത, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. ഈ പ്രകാശാനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം വളരുന്നത് എന്നിലുള്ള ഈ ചെറിയ തിരിവട്ടത്തിന്റെ താലന്തിനെ ഞാനിങ്ങനെ വർദ്ധിപ്പിക്കുന്നിടത്ത്. ഒരു മെഴുതിരിയുടെ വെട്ടം ഇത്രയുള്ളെങ്കിൽ ഒരു പന്തം കൊളുത്തിയാൽ ഒരുപാട് കൂടെ പ്രകാശമില്ലേ? വലിയ ഹാലജൻ ബൾബുകളൊക്കെ നമ്മുടെ ടൗണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ടൗണ് മുഴുവൻ ഇങ്ങനെ അർദ്ധരാത്രിക്കും നട്ടുച്ച പോലെ നിൽക്കും. എന്താ കാരണം? ഇതിൻ്റെ പ്രകാശം കൊണ്ടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് താലന്തിൻ്റെ വർധനവെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നൽകപ്പെട്ടതായ ഈ വെളിച്ചത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കുക. എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടതായ പ്രാർത്ഥനാനുഭവത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കുക. ഞാനൊരു ധ്യാനം കൂടി, പിന്നെ അതേപടി കിടക്കുക. പോരെന്ന് അതൊക്കെ വെറുതെ കുഴിച്ചിട്ട നാണയങ്ങളാണ്. ഞാനൊരു ആത്മീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നു, പിന്നെ ഒരിക്കലും അതിൽ പോകാറില്ല. ഇതല്ല നിന്റെ ജീവിതത്തിൽ ഈ പ്രസ്ഥാനത്തിലോട് ചേർന്ന് നിന്ന് നിനക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റുമ്പോൾ, ഈ ജീവിതത്തിൽ നിനക്ക് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പറ്റുമ്പോൾ, നീ വചനം ഒന്ന് വായിക്കാൻ തയ്യാറാകുമ്പോൾ, നീ പ്രാർത്ഥനയിൽ നിന്ന് ശക്തിപ്പെടാൻ പറ്റുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഒരല്പം കൂടെ ത്യാഗത്തോടെ പ്രാർത്ഥിച്ച് എനിക്കൊരു ആത്മീയ വളർച്ച പ്രാപിക്കുന്ന ചിന്ത ഉണ്ടാകുമ്പോൾ നീ താലന്തിനെ വർദ്ധിപ്പിക്കുക. ചിന്തകൾക്ക് തക്കവിധം നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട്, വിട്ടുകൊടുക്കാനായിട്ട് മനസ്സാകുന്നിടത്താണ് എന്ത് സംഭവിക്കുക? താലന്ത് വർദ്ധിക്കുക. ഈ നാളുകളിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് വല്ലാതെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരുപാട് പേരിങ്ങനെ ഒരു നിസ്സംഗതയിലാണ്. ഒത്തിരി അച്ഛന്മാരുടെ ഹൃദയത്തിലെ നൊമ്പരാണിത്. സഭയെ സ്നേഹിക്കുന്ന ഒരുപാട് അൽമായരുടെ ഹൃദയത്തിൻ്റെ വല്ലാത്തൊരു നോവായത്. ഒരു പ്രത്യേക നിസ്സംഗതയാണ് ഒരുപാട് പേർക്ക്. ഒന്നിനും താല്പര്യമില്ല. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം 15-16 വചനങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷ്ണനാകയാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ തുപ്പിക്കളയും. നോക്കണേ, അതായത് ഒരുതരം മന്നോഷ്ണതയുടെ ജീവിതം. എന്തൊരു ദയനീയമായ ജീവിതമാണിതല്ലേ?
പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമുക്ക് കരുണയോടെ നൽകിയ ദൈവസ്നേഹാനുഭവത്തിൻ്റെ, കൂട്ടായ്മയുടെ, വിശ്വാസത്തിൻ്റെ താലന്ത് ഇങ്ങനെ കുഴിച്ചിട്ട് നീ ജീവിച്ചാൽ, നിന്റെ അന്ത്യവിധിക്ക് വേണ്ടി നീ നിൽക്കുമ്പോൾ, നിന്റെ പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിലല്ല, ചെയ്യാത്തതിൻ്റെ പേരിലാണ് നിന്റെ മേലുള്ള വിധി എന്ന് മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഒരു വശത്തുള്ളവരോട് നിങ്ങളിത് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഞങ്ങൾ ചെയ്യാതിരുന്നെന്ന് അവർ ചോദിച്ചത്. മറ്റൊരു വശത്തുള്ളവരോട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് എന്നവർ ചോദിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കാ ചെയ്തു തന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയതിനെ വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നീ ഒരു ശ്രമം നടത്തുന്നിടത്താണ് നിനക്ക് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പഴി പറഞ്ഞ്, കുറവുകൾ പറഞ്ഞ് ജീവിച്ചാൽ പോരാ. എനിക്ക് ഒരു താലന്തേ കിട്ടുള്ളൂ, അവന് കണ്ടില്ലേ 10 ഉള്ളത്, മറ്റവന് കണ്ടില്ലേ 5 ഉള്ളത്. ഇങ്ങനെ പടി പറയാനല്ല, നിനക്ക് തന്നത് നിനക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത് മാത്രമേ കർത്താവിൻ്റെ ചോദ്യമുള്ളൂ. നിനക്ക് തരാത്തതിനെ കുറിച്ച് കർത്താവ് നിന്നോട് ഒരിക്കലും ചോദ്യം ചെയ്യല. പക്ഷെ തന്നതുകൊണ്ട് നീ എന്ത് ചെയ്തു? അത് സ്നേഹിക്കാനായിരിക്കാം, അനുസരിക്കാനായിരിക്കാം, നന്മ ചെയ്യാനായിരിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാനായിരിക്കാം, മറ്റുള്ളവരുടെ കാരുണ്യം കാണിക്കാനായിരിക്കാം, ദൈവപരിപാലനയെ ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊന്ന് അറിയിച്ചു കൊടുക്കാനായിരിക്കാം. ഇതിനെ വർദ്ധിപ്പിക്കാൻ പറ്റിയോ? എങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് തീർന്നു. എത്രയോ മക്കൾ ഈ തിരിച്ചറിവോടുകൂടെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഒരുപാട് അനുഗ്രഹമായിട്ട്. മറ്റൊരു വശത്ത് ഒത്തിരിയേറെ ദൈവമക്കൾ ഒരു പ്രത്യേക മരവിപ്പിലും മന്നോഷണതയിലും നിസ്സംഗതയിലും ജീവിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണം. ഇത് ദുഷ്ടനിൽ നിന്ന് വരുന്നതാണെന്ന് തിരിച്ചറിയണം. അധ്വാനിക്കാൻ മനസ്സില്ല, പ്രവർത്തിക്കാൻ മനസ്സില്ല, ഒരലസതയുടെ അരൂപിൽ കഴിയുന്ന ഓരോ ദൈവമക്കളും ഈ നാളുകളിൽ ചിന്തിക്കണം. അന്ത്യവിധിക്ക് എൻ്റെ മുമ്പിൽ ചോദ്യം ഉയരുമ്പോൾ തള്ളപ്പെട്ടവരുടെ ഗണമായ ഇടതുവശത്തേക്ക് ഞാൻ മാറ്റപ്പെടരുത്. എങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതായ ദൈവിക താലന്തുകളെ ഞാൻ വർദ്ധിപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നിട്ടുള്ള ദൈവിക കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കാൻ ഒരു അഭിഷേകം തരണമേ എന്ന് നമുക്ക് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കും. കർത്താവേ, തടവറയുടെ കഷ്ടതകളിലും ബന്ധനങ്ങളിലും സകലതും മറന്ന് അർദ്ധരാത്രിയുടെ അടുത്ത് അങ്ങേ ആരാധിക്കാൻ പൗലോസിനും സീലാസിനും കരുത്ത് ലഭിച്ചത് അവരങ്ങേ അനുഭവിച്ചതുകൊണ്ടാണ്. അങ്ങുമായുള്ള ആഴമേറിയ ബന്ധം കൊണ്ടാണ്. ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുമെന്ന ശിഷ്യന്മാരോട് അരുളി ചെയ്തുകൊണ്ട് ഉറ്റ സ്നേഹിതരായി അവരെ ഹൃദയത്തോട് ചേർത്ത് നയിച്ച കർത്താവേ, അവരുടെ ജീവിതങ്ങൾ വഴിതെറ്റിപ്പോയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളും അങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്നും ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും വേർപെട്ടു പോയിട്ടുണ്ട്. ശിഷ്യന്മാർ അങ്ങേ അറിയാതെ പോയിട്ടുണ്ട്. അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളും അങ്ങേ ജീവിതത്തിൽ വേണ്ട രീതിയിൽ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതങ്ങളിലും ഒരു വ്യക്തിപരമായ ദൈവസ്നേഹാനുഭവത്തെ സ്വന്തമാക്കിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ളതായ ഒരു പരിശ്രമം പലപ്പോഴും ജീവിതത്തിൽ നടത്തിയിട്ടില്ല കർത്താവേ. ചിലപ്പോഴൊക്കെ ചില കാൽവയ്പ്പുകൾ നടത്തുമ്പോഴും വീണ്ടും ഞങ്ങൾ പിന്നോട്ട് ഇറങ്ങുന്നതായ ദയനീയത ഞങ്ങളിലുണ്ട്. ഓ ഈശോ, അങ്ങനെ എത്രയോ തവണ അങ്ങയുടെ സ്വന്തമാക്കുവാൻ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ എനിക്കും പറയാൻ പറ്റുമായിരുന്നു, ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ ഈ നിമിഷം കൊതിയോടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഈശോ, ഒരിക്കലും പിരിയാത്ത ഒരാത്മീയ ബന്ധം എനിക്ക് തരണമേ. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഈശോ, അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ.
അന്നു വന്നിടുന്നോ പ്രാവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. സ്നേഹം, നിന്റെ പരിലാളന അറിയുന്ന കർത്താവ്. അന്നു വന്നിടുന്നോ ആവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ പിരിയാത്തൊരാത്മീയ ബന്ധം. എന്തോരാനന്ദം, 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 എന്തോരാനന്ദം. വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിളിക്കുന്ന കർത്താവ് നമ്മുടെ മേലെ തൻ്റെ കര ഉയർത്തുന്ന ആശീർവാദത്തിൻ്റെ സമയമാണിത്. എല്ലാ ദൈവമക്കളും നല്ല ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ജ്വലിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്ന സമയത്ത് ഈശോ ആ പഴയ സ്നേഹത്തിലേക്ക് വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ ഉണർത്തും. ആ പഴയ ബന്ധത്തിലേക്ക് വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് അടുപ്പിക്കും. വിശ്വാസത്തോടെ ബോധ്യത്തോടെ യേശുവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. അനേകരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന് അനുഗ്രഹം ലഭിക്കട്ടെ. വ്യക്തിപരമായ ഒരു ദൈവാനുഭവം അനേകരുടെ ജീവിതങ്ങളിൽ ഇപ്പോൾ സംജാതമാകട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ഒട്ടനവധി മക്കൾക്ക് കൃപ കിട്ടുന്നു. ഹൃദയത്തിലൊരു ജ്വലനം സംഭവിക്കുന്നു. അസ്വസ്ഥതകൾ നീങ്ങിപ്പോകുന്നു. യുക്തി ചിന്തകൾ മാറിപ്പോകുന്നു. ദൈവാശ്രയത്വം വളരുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.